ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ കൂടെ ദൈവമക്കളുമായി ഈ ദേശീയ മാധ്യമത്തിൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാനും ചിന്തിപ്പാനും ഭാഗ്യം തന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വളരെ ചുരുക്കമായ സമയത്തിനുള്ളിൽ ചിന്തിക്കേണ്ടത് ദൈവ സ്നേഹത്തിൻ്റെ വ്യവസ്ഥകൾ. എങ്ങനെയാണ് ഒരുത്തന് ദൈവത്തിൻ്റെ സ്നേഹിതനാകുന്നത്, അഥവാ ഒരുത്തന് എങ്ങനെ ദൈവസ്നേഹം കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിഷയം. ആരാണ് ദൈവത്തിൻ്റെ സ്നേഹിതൻ? എല്ലാവരും സ്നേഹം, ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ ഞാൻ ഉൾപ്പെടെ ദൈവമക്കൾ പറയാറുണ്ട്. സത്യത്തിൽ ഏത് കാര്യത്തിനും വ്യവസ്ഥകൾ ആവശ്യമാണ്. ആർക്ക് എന്തു വേണമെങ്കിലും പറയാം, പക്ഷേ പറയുന്നതിന് ചില വ്യവസ്ഥകളും ന്യായങ്ങളും അടിസ്ഥാന പ്രമാണങ്ങളും നമുക്ക് ആവശ്യമാണ്. ഞാൻ ഉന്നതമായിരിക്കുന്ന സന്തോഷം അനുഭവിക്കുന്നു, ഒരാളത് പറഞ്ഞാൽ ആ പറച്ചിലിൻ്റെ പുറകിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അതനുഭവിക്കാൻ കഴിയുന്നത് എന്നുകൂടെ നാം തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. ഒരാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ്, അഥവാ പ്രവൃത്തിയാണ് അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുന്നത്. എന്നതുപോലെ ദൈവസ്നേഹത്തിൻ്റെ വ്യവസ്ഥകൾ, ഒന്നാമത്തത് ദൈവവിശ്വാസമാണ്. യാക്കോവിൻ്റെ ലേഖനം 2:23 അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവൻ ദൈവം സ്നേഹിതനായി മാറുകയാണ്. ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ള ഏക കാരണം കൊണ്ട് മാത്രമാണ് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാകുന്നത്. ദൈവത്തിൻ്റെ സ്നേഹിതനാവുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തലക്കെട്ടുകൊണ്ടോ ഏതെങ്കിലും ഒരു ഫ്ലെക്സിലോ ഏതെങ്കിലും ഒരു പത്രത്തിലോ ഒക്കെ നാം പ്രസിദ്ധീകരിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹിതനാകണമെന്നില്ല. ഒന്നാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ സ്നേഹിതനാകണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ, ആദ്യത്തെ വ്യവസ്ഥ, അവനിൽ വിശ്വസിക്കണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് എൻ്റെ വിഷയം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവനൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു, അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനും ആകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ദൈവമക്കളെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോലും നനയ്ക്കാത്ത വലിയ രക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന വിശ്വാസമാണ് സത്യത്തിൽ വിശ്വാസം. അത് കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. സത്യത്തിൽ കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായി നിത്യമായി ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് വിശ്വസിക്കണം ദൈവമക്കൾ. അപ്പോഴാണ് നാം ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിത്തീരുന്നത്. ഒന്നാമത്തെ വ്യവസ്ഥ, ഹൗ ക്യാൻ വി ബിക്കം ഫ്രണ്ട് ഓഫ് ജീസസ്? എങ്ങനെ യേശുവിൻ്റെ സ്നേഹിതനാകാൻ നമുക്ക് സാധിക്കും? ഫസ്റ്റ്, ഒറ്റ കാര്യമുള്ളൂ, ബിലീവ് ഇൻ ഹിം. അവനിൽ വിശ്വസിക്കുക, അവനിൽ വിശ്വസിക്കുക, ബിലീവ് ഹിം. വേറെ ഒന്നുമില്ല, അവനെ വിശ്വസിക്കുക. എൻ്റെ കർത്താവ് മടങ്ങി വരും, അവൻ മധ്യാകാശത്തിൽ എന്നെ ചേർക്കും, ഞാൻ അവനോടുകൂടെ ചേരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ കർത്താവ് മധ്യാകാശത്തിൽ മടങ്ങി വരും, അവൻ എന്നെ ചേർക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. മരിച്ചവരൊത്തിരിയുണ്ട്, അനേകം പേര് മരണപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും എഴുന്നേൽക്കണമെന്നില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവൻ, അർത്ഥം കർത്താവിൻ്റെ സ്നേഹിതന് മാത്രമേ ഒരു ഉണർവും ഉയർപ്പും കർത്താവിനോട് കൂടി ചേരാനും സാധ്യമാകത്തുള്ളൂ. അച്ഛനാഭാഗം
അടിവരയിട്ട് പറയുകയാണ്, ഒരിക്കലും ഇതൊരു ഓൾ പ്രൊമോഷൻ പരിപാടി അല്ല. എല്ലാ സെമിത്തേരിയിലും എല്ലാ തലക്കെട്ടും കാണാം, എല്ലായിടത്തും ക്രിസ്തുവിൽ മരിച്ചു, ക്രിസ്തുവിൽ മരിച്ചു. ആരെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ല. തലക്കെട്ട് കണ്ട് ഉയർത്തെഴുന്നേക്കാൻ പറ്റുകയില്ല. ക്രിസ്തുവിൽ ആയിത്തീരാനും സാധ്യമല്ല. വെറും മേലെടുത്തുകൊണ്ട് അല്ല, മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ സ്നേഹിതനായാൽ മാത്രമേ കർത്താവ് മധ്യാകാശത്തിൽ നിന്നെ ചേർക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവിന് സ്തോത്രം. ഒന്നാം, ദൈവത്തിൻ്റെ സ്നേഹിതനാകാൻ ആദ്യത്തെ വ്യവസ്ഥ അവനിൽ വിശ്വസിക്കണം. രണ്ടാമത്തെ വ്യവസ്ഥ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാമത്തെ വാക്യം, ദൈവ വചനത്തെ അനുസരിക്കുന്നവരെ അവൻ തൻ്റെ സ്നേഹത്തിൽ കാണുന്നു, അഥവാ സ്നേഹിതൻ ആകുന്നു. ദൈവവചനം അനുസരിക്കാതെ, ദൈവവചനത്തെ അംഗീകരിക്കാതെ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ് എന്ന് പറയുന്നതിൽ അർത്ഥം ഇല്ല. പദവി കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ സ്ഥാനം കൊണ്ടോ മാനം കൊണ്ടോ ഒരുത്തനും ദൈവത്തിൻ്റെ സ്നേഹിതനാകാം എന്ന് വ്യാമോഹിക്കരുത്. മറിച്ച് അവൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. എൻ്റെ കർത്താവിൻ്റെ വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമാണ്. ഇത് വിശ്വസിക്കണം. കർത്താവിൻ്റെ വചനം വിശ്വസിക്കാതെ എന്തെല്ലാം കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയാലും ദൈവ വചനത്തിന് അടിസ്ഥാനമായ ഒരു ക്രൈസ്തവ ജീവിതം ദൈവമക്കൾ ക്രമീകരിച്ചു കൊള്ളണം. അതല്ലാതെ ചട്ടക്കൂടുകൾ കൊണ്ടോ ആഘോഷങ്ങൾ കൊണ്ടോ ആഡംബരങ്ങൾ കൊണ്ടോ ഏതെങ്കിലും ഒരു കർമ്മ ചെയ്തി കൊണ്ട് ഒരു മനുഷ്യന് നിത്യത ലഭിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചേക്കരുത്. മറിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിക്കണം. ആകാശം മാറിപ്പോകും, ഭൂമിയും ഇല്ലാതായിത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ വചനമോ അതെന്നേക്കും നിലനിൽക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, 2 തീമോഥെയോസ് 4-ാം അധ്യായത്തിൽ മുഴുവൻ പൗലോസ് സന്തോഷത്തോടെ പറയാണ്, പ്രിയപ്പെട്ട തീമോഥെയോസേ, ഞാനോ ഇപ്പോൾ തന്നെ ഒരു പാനീയയാഗമായി ഒടുക്കപ്പെട്ടു, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടമൊക്കെ തികച്ചു, ഞാൻ എൻ്റെ വിശ്വാസവും കാത്തു. ഓർത്തോണം, പൗലോസ് ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു, പൗലോസ് കർത്താവിൻ്റെ സ്നേഹിതനായിരുന്നു. എന്താ കാര്യം? ഞാൻ ഓടി ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. ഞാൻ പൊരുതി ആർക്ക് വേണ്ടി? എൻ്റെ ദൈവത്തിന് വേണ്ടി. ഞാൻ എന്തു ചെയ്തു? എൻ്റെ വിശ്വാസം കാത്തു. അപ്പോഴാണ് ഞാൻ സത്യത്തിൽ സ്നേഹിതനായി തീർന്നത്. ഞാൻ വേറെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാകില്ലെന്ന് പൗലോസിന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. പോരാ, ഇനി എനിക്ക് ലഭിക്കേണ്ടതിനെക്കുറിച്ചൊരു ഉറപ്പ് പൗലോസിനുണ്ട്. ദൈവമക്കൾ ഓർത്തോണം, ദൈവവചനത്തിൽ വിശ്വസിച്ചാൽ നമുക്കെന്ത് ലഭിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. അതൊരു വലിയ നിർബന്ധമാണ്. നമുക്ക് കിട്ടും, വിശ്വസിക്കണം. ദൈവവചനം പ്രമാണിച്ചാൽ എനിക്ക് ഇന്നത് കിട്ടും, അതവൻ്റെ വചനമാണ്. എന്നിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്, അത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കും, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കും. അത് വിശ്വസിക്കണം. അപ്പോഴാണ് നമുക്ക് ദൈവവചനമാകാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പൗലോസ് തുടർന്ന് പറഞ്ഞത്, ഞാൻ ത്രോവോസിൽ കർപ്പോസിൻ്റെ വീട്ടിൽ വെച്ചേച്ചു പോന്ന പുതപ്പുണ്ട്, പുസ്തകമുണ്ട്, വിശേഷാൽ ചർമ്മലിഖിതം കൊണ്ടുവരണം. പുതപ്പും പുസ്തകമൊക്കെ ചട്ടക്കൂടുകളും അതൊക്കെയാണ്, തെറ്റില്ല. പക്ഷേ വിശേഷാൽ ഒരു സംശയവും പാടില്ല, ചർമ്മലിഖിതം കൊണ്ടുവരണം. ചർമ്മലിഖിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം എഴുതിയിട്ടുള്ള തോൽച്ചുരുളാണ്, അതുകൊണ്ടുവരണം. പ്രിയപ്പെട്ട മക്കളെ, എന്തെല്ലാം മറന്നാലും ദൈവ വചനം മറക്കരുത്. ഇതാണ് പൗലോസ് പറഞ്ഞത്. മരണത്തോട് ചേർന്നാണ് പൗലോസ് അത്രയും പറഞ്ഞത്. എന്തൊക്കെ ഉണ്ടായിരുന്നാലും എങ്ങനെയൊക്കെ ആയിരുന്നാലും നമുക്ക്
പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനം കൂടാതെ എന്തെല്ലാം ചെയ്താലും പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചേക്കരുത്. സ്തോത്രം. അതൊരു വലിയ മർമ്മമാണ്. പെൻസിലിൻ്റെ പുറകുവശം എത്ര മനോഹരമായിരുന്നാലും അതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത മുനയുണ്ട്. അതില്ലെങ്കിൽ ആ പെൻസിൽ എന്തിനു കൊള്ളാം? ഇന്ന് പലരും അങ്ങനെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വനത്തിൽ കൂടെ 3 സുഹൃത്തുക്കൾ കൂടി ഒരു കുതിരയെയും കൊണ്ടുപോരുകയാണ്. ഭീകരമായ വനം. ഒത്തിരി കിലോമീറ്ററുകൾ താണ്ടിയാലേ നാട്ടിലെത്താൻ പറ്റുകയുള്ളൂ. വനത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ അവരൊരു നിശ്ചയം പറഞ്ഞു, നമുക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, മാറി നമുക്ക് ഉറങ്ങാം. ആദ്യം 2 പേര് പോയി ഉറങ്ങട്ടെ. ഒരാൾ ഈ കുതിരയെ എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് സുഖമായി ചിന്തിച്ച് പ്രാർത്ഥിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇവിടെ ഇരിക്കുക. അതിനുശേഷം ആ ഉറങ്ങിയ 2 പേരും വന്ന് ഇവനെ ഉറക്കാനായി വിടണം. ആ വ്യവസ്ഥ സമ്മതിച്ചു. കഥയിലുള്ളത് എങ്ങനെയാണ്? 2 പേര് ഉറങ്ങാൻ പോയി. ഒരുത്തരം കുതിരയെ ഒരു ചെറിയ മരത്തിൽ കെട്ടിയിട്ടിട്ട് അടുത്ത മരത്തിന്മേൽ വന്ന് ചാരി അങ്ങ് ഇരുന്നു. അവൻ ചിന്തിക്കാൻ തുടങ്ങി. അവൻ ആദ്യം ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഇതെന്തോ ഒരു മനോഹരമായിരിക്കുന്ന വനമാണിത്. എത്ര തേക്ക്, അതുപോലെ വലിയ വലിയ ഈട്ടിത്തടികൾ, വിലപിടിപ്പുള്ള എത്ര മരങ്ങളുണ്ട്, ഇതൊക്കെ വിറ്റാൽ എന്ത് കിട്ടുമായിരുന്നു? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അടുത്ത ചിന്ത, അതിലൊരു പുഴ ഒഴുകുന്നുണ്ട്. അയ്യോ, ഇതെന്ത് വലിയ പുഴയാണ്, ഇതിലൊരിക്കലും വെള്ളം വറ്റുന്നില്ലല്ലോ, നാട്ടിലെ പുഴകളിലൊന്നും ഇത്രയും വെള്ളമില്ലല്ലോ, ഇതിനടുത്തൊരു വീട് വെച്ച് താമസിച്ചെങ്കിൽ വെള്ളത്തിന് ക്ഷാമം വരത്തില്ലല്ലോ. അടുത്ത ചിന്ത. മൂന്നാമത് അവൻ ചിന്തിച്ചു, ഇതെന്തു മലയാണ്, ഇതെന്തു മനോഹരമായിരിക്കുന്നു, ഇതിനകത്ത് എന്തെല്ലാം ഔഷധ ചെടികളുണ്ട്, അയ്യോ, ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. അവൻ ആ ഭാഗത്തേക്ക് ചിന്തിച്ചു. ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് അവിടെ ഇരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ വന്നു. എടാ, നീ ഇത്രയും സമയം കഷ്ടപ്പെട്ട് ഈ കുതിരയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, കള്ളന്മാരാരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. ശരി, ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്, നീ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, കുതിര എവിടെയാടാ എന്ന്. അപ്പോഴാണ് അവൻ പറഞ്ഞത്, ഞാൻ ആദ്യം ഈ വനത്തെക്കുറിച്ച്, ആ തടിയെക്കുറിച്ചൊക്കെ, മരങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ ഈ പുഴയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഈ മലയോരങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുതിരയെ ആരാണ് അഴിച്ചുകൊണ്ട് പോയത് എന്നാണ്. ഓർക്കുക, നിൻ്റെ ലക്ഷ്യബോധത്തിൽ നിന്ന് എത്രയോ അകന്നുപോയി. സത്യത്തിൽ നീ ഇന്ന് ആ കാവൽക്കാരൻ്റെ അതേ മട്ടല്ലേ? എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ചിന്തയാണ് വേണ്ടത്. കുതിരയെ സൂക്ഷിക്കാൻ പറഞ്ഞയച്ചവൻ അഥവാ നിയോഗിക്കപ്പെട്ടവൻ മറ്റ് ഭൗതിക ചിന്തയിലേക്ക് മാറിയിട്ട് കുതിര എവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാത്ത അന്തരീക്ഷം ഉണ്ടായതുപോലെ അല്ലേ സത്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ ജീവിക്കണം. എൻ്റെ കർത്താവ് മടങ്ങി വരും, അവൻ എന്നെ ചേർക്കും, ഞാൻ അവൻ്റെ മണവാട്ടിയാണ്, അവൻ്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടിട്ട് വിറ്റും തിന്നും കുടിച്ചും മദ്യത്തിനും മയക്കുമരുന്നിനും ദുഷ്കാമത്തിനും ആഭിചാരത്തിനും പകയ്ക്കും പിണക്കത്തിനും ജാരശങ്കയ്ക്കും ക്രോധത്തിനും ശാഠ്യത്തിനും ദ്വന്ദ്വപക്ഷത്തിനും ഭിന്നതയ്ക്കും അസൂയയ്ക്കും മദ്യപാനത്തിനും വെറുക്കൂത്തിനും ഒക്കെയായി നീ നിൻ്റെ ശ്രദ്ധയും നിൻ്റെ ജീവിതവും വഴിതിരിച്ച് വിട്ടിട്ടില്ലേ? പ്രാർത്ഥിച്ച് ചിന്തിക്കണം. 1, ദൈവവിശ്വാസമുള്ളവനാണ് ദൈവത്തിൻ്റെ സ്നേഹിതൻ. 2, ദൈവവചനത്തെ അനുസരിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ. 3, 1 യോഹന്നാൻ 2:15, പാപത്തെ വെറുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. പാപത്തെ അഥവാ ലോകത്തെ വെറുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹിതൻ
പാപത്തെ വെറുക്കുന്നവൻ ആയിരിക്കണം. പാപിയോട് ദൈവം ഒരിക്കലും കൂട്ടായ്മയില്ല. പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. അതുകൊണ്ടിന്ന് രാത്രികാലം പാപത്തെ വെറുക്കുന്ന ദൈവമക്കളായി നിങ്ങൾ തീരണം. ജഡത്തിൻ്റെ പാപങ്ങൾ, ജഡത്തിൻ്റെ മോഹങ്ങൾ നമ്മെ നശിപ്പിക്കുകയാണ്. സ്വർഗം തരിശായി കിടന്നാലും ഒരു പാപിക്ക് സ്വർഗത്തിൽ പ്രവേശനം ഇല്ല. കർത്താവ് അത് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രം പ്രവേശിക്കാവുന്ന ഒന്നാണ് ദൈവരാജ്യമെന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞു. പാപി അവിടെ പ്രവേശിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ വിനയത്തോടെ ഞാൻ പറയുന്നു, സദൃശവാക്യത്തിലും മറ്റ് വിവിധ അധ്യായങ്ങളിലൊക്കെ ആവർത്തിച്ച് പറയുന്നത് മറക്കരുത്. നിനക്ക് അനുകൂലമായ സമയത്ത് നീ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പാപബോധമുള്ളവനായി തീരണം. ശലോമോൻ പറഞ്ഞത്, സദൃശവാക്യത്തിൽ പറഞ്ഞത്, ഉറുമ്പ് ബലഹീന ജീവിയെങ്കിലും അത് വേനൽക്കാലത്ത് ഭക്ഷണം ശേഖരിക്കുന്നു എന്നാണ്. ഉറുമ്പിന് നല്ലൊരു ബോധ്യമുണ്ട്, ഇത് നല്ലൊരു വേനൽക്കാലമാണ്. ഇപ്പോൾ ഭക്ഷണം ശേഖരിച്ചെങ്കിൽ മാത്രമേ വർഷകാലത്തേക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഏറ്റവും ചെറുതാണെങ്കിലും അത്യന്തം ജ്ഞാനമുള്ള 4 ജീവികളുണ്ടെന്ന് ശലോമോൻ വ്യക്തമായി പറഞ്ഞു. അതിലൊന്നാണ് ഉറുമ്പ്. ആ ഉറുമ്പിനറിയാം ഒരു വർഷകാലം വരും, അന്നേരം ഭക്ഷണം ശേഖരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ വേനൽക്കാലത്ത് ഭക്ഷണം ശേഖരിച്ച് വർഷകാലത്തെ അതിജീവിക്കണമെന്ന് ഉറുമ്പിന് പോലും അറിയാമെങ്കിൽ നമുക്ക് ഇതൊരു സുപ്രസാദ കാലമാണ്, ഇതൊരു രക്ഷാ ദിവസമാണ്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ന്യായവിധിയിൽ നമുക്ക് തെറ്റിയൊഴിയാൻ കഴിയത്തില്ല. അച്ഛനായാലും അന്മായക്കാരായാലും ആര് തന്നെ പറഞ്ഞാലും രക്ഷ എന്നത് നേടാതെ, ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു, ആര് തന്നെ പറഞ്ഞാലും രക്ഷ എന്നത് നേടാതെ അക്കരയ്ക്ക് പോകാൻ പറ്റുകയില്ല. പാപത്തെ വെറുക്കണം, പാപത്തെ ഉപേക്ഷിക്കണം. അതാണ് വേദപുസ്തകം പറയുന്നത്. തൻ്റെ ലംഘനത്തെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. 1 ദൈവവിശ്വാസം, അതാണ് ദൈവസ്നേഹിതനാകാനുള്ള യോഗ്യത. 2 ദൈവവചനത്തെ വിശ്വസിക്കുക, അതാണ് ദൈവസ്നേഹിതനാകാനുള്ള യോഗ്യത. 3 ലോകത്തെ പാപത്തെ വെറുക്കുക, അതാണ് ദൈവസ്നേഹിതനാകാനുള്ള യോഗ്യത. ഏറ്റവും അവസാനത്തെ ചിന്ത, സദൃശവാക്യം 15:9 നീതി പ്രവർത്തിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീതി പ്രവർത്തിക്കുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നീതിമാനെ എന്നും ദൈവം അനുഗ്രഹിക്കും. അബീമേലെക്ക് സാറായെ, അബ്രഹാമിൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോന്നപ്പോൾ രാത്രിയുടെ മധ്യത്തിൽ തെറ്റും ശരിയും തിരിച്ചറിയാത്ത മുറിയിലേക്ക് പാപം ചെയ്യാൻ പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വഴി തടഞ്ഞില്ലേ? അവനോട് പറഞ്ഞില്ലേ, നീ എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും. അവിടെ അബീമേലെക്ക് ചോദിക്കുന്നൊരു ചോദ്യം, നീ നിൻ്റെ നീതിയുള്ള ജനത്തെ കൊല്ലുമോ എന്നാണ്. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നീ ഇത് നിർമ്മല കയ്യോടും നിഷ്കളങ്ക ഹൃദയത്തോടും കൂടി ചെയ്തിരിക്കുന്നു. അവൻ ഒരു പ്രവാചകനാണ്, ആ സ്ത്രീ അവൻ്റെ ഭാര്യയാണ്, അവളെ മടക്കി കൊടുക്കുക എന്ന് വളരെ വ്യക്തമായി ദൈവം അറിയിക്കുകയും അപ്രകാരം അബീമേലെക്ക് ചെയ്യുകയും ചെയ്യുന്നത് ദൈവമക്കൾക്ക് വേദപുസ്തകത്തിൽ അറിയാം. അർത്ഥം, നീതി ഉള്ളവൻ എന്നും ദൈവത്തിൻ്റെ സ്നേഹിതനായിരിക്കും. നീതിമാനെ ദൈവം ഒരിക്കലും നശിപ്പിക്കുകയും ഇല്ല. അതുകൊണ്ട് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവ സ്നേഹിതൻ്റെ വ്യവസ്ഥകൾ, ദൈവ സ്നേഹത്തിൻ്റെ വ്യവസ്ഥകൾ അക്കമിട്ട് 4 സവിശേഷതകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിച്ചു. ഒരു നല്ല ദൈവസ്നേഹിതനായി തീരാൻ, ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ. വളരെ ചുരുക്കമേ നമുക്ക് ഈ നാട് ഉള്ളൂ, വളരെ കുറച്ച് നാളുകളെ നമുക്കിവിടെ താമസമുള്ളൂ. നമ്മളെല്ലാം വെറും വെയിറ്റിംഗ് ഷെഡിൽ,
ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തു നിൽക്കുന്ന വെറും യാത്രക്കാരാണെന്ന് എല്ലാ ദൈവമക്കളും അറിഞ്ഞിരിക്കണം. അവനവൻ്റെ ബസ് വരുമ്പോൾ കൈ കാണിച്ചു പോവുക എന്നല്ലാതെ ഒരിക്കലും ഈ ബസ് സ്റ്റോപ്പിലോ ബസ് സ്റ്റാൻഡിലോ പായോ കട്ടിലോ ഇട്ടോ നമ്മൾ വിശ്രമിക്കാറില്ല. അതുപോലെ ഈ ലോകം നമുക്ക് അനുകൂലമല്ല. രക്ഷിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദേശം അക്കരെയാണ്. അതുകൊണ്ട് നാം ലോകപ്രകാരമുള്ളവരല്ല. നിങ്ങൾ ലോകസംബന്ധികളല്ല. ലോകസംബന്ധികളായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവ സ്നേഹിതൻ്റെ വ്യവസ്ഥകളാണ്. ഒന്ന്, ദൈവവിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ അവൻ സ്നേഹിതനായിട്ട് എണ്ണുന്നു. അവൻ്റെ വചനം പ്രമാണിക്കുന്നവനെ അവൻ സ്നേഹിതനായിട്ട് എണ്ണുന്നു. ലോകത്തെ പാപത്തെ വെറുക്കുന്നവനെ അവൻ്റെ സ്നേഹിതനായിട്ട് എണ്ണുന്നു. നീതി പ്രവർത്തിക്കുന്നവനെ അവൻ്റെ സ്നേഹിതനായിട്ട് എണ്ണുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീതി പ്രവർത്തിക്കുന്ന ദൈവമക്കളായി നിൻ്റെ സ്നേഹിതന്മാരായി തീരാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അക്കരെ സ്നേഹിതന്മാർക്കല്ലാതെ അന്യർക്ക് പ്രവേശനമില്ലെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഒരക്കരെ എത്തുവാൻ, ഒരു സ്വർഗീയ സന്തോഷം കണ്ടെത്താൻ, നിന്നോടുകൂടെ താമസിക്കാൻ നീ ഞങ്ങളുടെ കണ്ണുനീരൊപ്പി, നീ ഞങ്ങൾക്ക് കൂടാരമായി ജീവജലത്തിൻ്റെ ഉറവങ്ങളിലേക്ക് നീ ഞങ്ങളെ നടത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.